വഖഫ് ഭേദഗതി നിയമത്തിൽ ഇപ്പോൾ സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചയ്ക്കകം രേഖാമൂലം മറുപടി നൽകാം എന്നുകൂടി കോടതി പറയുകയാണ്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു താത്കാലിക ആശ്വാസമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇതിലെങ്ങനെയാകും കോടതി ഈ വിഷയങ്ങളെ മുന്നോട്ട് നോക്കുമ്പോൾ ഇതിൽ എങ്ങനെ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ഇന്ന് കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വഖഫ് ഭേദഗതി വഖഫ് നിയമത്തിലെ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയതിനെതിരെ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മറ്റു കക്ഷികളൊക്കെ കൊടുത്ത ഹർജി അത് കോടതി വളരെ ഗൗരവത്തിൽ എടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേന്ദ്രത്തിന്റെ വാദഗതികളെ ഒറ്റയടിക്ക് അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ ഈ കാര്യത്തിന്റെ ഒരു ഗൗരവത്തെ നമുക്ക് കാണിക്കുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു ഭേദഗതി ആയിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ ബാക്കി സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ കോടതി അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിന് മറുപടി കൊടുക്കാൻ സമയം കൊടുത്തിരിക്കുന്നു. അതിലൊക്കെ അവരുടെ മറുപടി വന്നിട്ടായിരിക്കുമല്ലോ കോടതിയിൽ അന്തിമ തീരുമാനത്തിലെത്തുക. ഏതായാലും ഞങ്ങൾക്ക് അതിൽ വലിയ ശുഭ പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ വക്കീലും ഞങ്ങള് മുസ്ലിം ലീഗ് അഭിഭാഷക കപിൽ സിബൽ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഹാരിസ് ബീരാനിന്റെയും അവരൊക്കെ ഈ കാര്യവുമായിട്ട് അവിടെ ഡൽഹിയിൽ തന്നെയുണ്ട്. കാര്യങ്ങൾ ഞങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് കോടതിയുടെ കാര്യത്തിൽ. ഇതിപ്പോൾ അല്പസമയം മുൻപ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയായിരുന്നു, ഈ നിയമത്തിൽ അടിമുടി അപാകതയുണ്ട് എന്നുള്ളത്. കോടതി എന്ന് പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായും ഈ നിയമം സ്റ്റേ ചെയ്യാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല വഖഫ് ബൈ യൂസർ ആയുള്ള ഭൂമി, മറ്റൊന്ന് നിയമനങ്ങൾ പാടില്ല എന്നുള്ളത്, ഇത് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നില്ലേ? ഇത് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളല്ലേ? പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ നേരത്തെ വഖഫ് ആക്ട് ഇവിടെ ഉണ്ടല്ലോ. നേരത്തെ വഖഫ് ആക്ടിൽ ഇപ്പൊ ഭേദഗതി പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. യൂസേഴ്സിനെ ബാധിക്കുന്ന കാര്യവും അതുപോലെ തന്നെ അതിലെ കമ്മിറ്റിയിൽ മറ്റുള്ളവർ വെക്കേണ്ട കാര്യം രണ്ടും കോടതി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഈ ഭേദഗതിക്ക് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് കോടതി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതെ, അപ്പോൾ ഒരു അന്തിമ നടപടിയിലേക്ക് കോടതി കടക്കുമ്പോൾ ഈ കാര്യത്തെ കോടതി ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന പ്രതീക്ഷ ഉണ്ട്. തീർച്ചയായും കോടതി സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ വിലയിരുത്തും. കോടതി ഇതിന്റെ പാരമ്പര്യവും നിയമത്തിന്റെ പാരമ്പര്യവും ഒക്കെ നോക്കിയിട്ട് തന്നെയാണല്ലോ. വഖഫ് സംവിധാനം എന്നുള്ള കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന സംവിധാനമാണല്ലോ. വിശ്വാസികളുടെ അവകാശമാണ് വഖഫ് ചെയ്യാനും അതിനെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. അതിന് മാറ്റം വരുത്തുന്ന നീക്കങ്ങളെ കോടതി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കോടതിയുടെ ഈ തീരുമാനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഞങ്ങൾക്ക് വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട് ആ കാര്യത്തിൽ. വളരെ നന്ദി ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.